എല്ലാവരും ഇത്തവണ LDFന് തന്നെ വോട്ട് ചെയ്യണം. നമ്മളെ ഭരിക്കാനൊക്കെ ഏറ്റവും അനുയോജ്യരായിട്ടുള്ള സഖാക്കളെ നമ്മൾ വീണ്ടും കൊണ്ടുവരണം. മൂന്നാമതൊരു പിണറായി ഭരണം ഈ കേരളത്തിൻ്റെ ആവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് യുവാക്കളെ നിങ്ങളാണ് അദ്ദേഹത്തെ വീണ്ടും ആ കസേരയിൽ എത്തിക്കേണ്ടത്. അതിൻ്റെ തെളിവുണ്ട്, വെറുതെ ഞാൻ പറയുന്നതല്ല. തെളിവ് നമ്പർ 1. നമ്മൾ നിരാശരാണ്. വരാനില്ലാത്തൊരു NCAക്കാരന് വേണ്ടി 10-20 വർഷമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നു. നമ്മളൊന്ന് അറം കിട്ടിയിട്ട് നമ്മൾ പുറത്താണ്. ഇതിനപ്പുറത്ത് എന്താണ് ഒരു ജോലിക്കുള്ള മാനദണ്ഡം? റഷീദയാണ് ഈ പറയുന്ന വ്യക്തി. നിങ്ങൾക്ക് മനസ്സിലായി കാണും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിത് കാണുന്നുണ്ട്. അപ്പോൾ കാണുമ്പോഴൊക്കെ ആകെ ഒരു വിഷമം. എന്തുകൊണ്ടാണ് റഷീദയെ കേൾക്കാതെ പോകുന്നതല്ല എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. കാരണം കരുതലിൻ്റെ സർക്കാരാണല്ലോ. ആ കരുതലിൻ്റെ സർക്കാരിന് ഇങ്ങനെയാണ് കേൾക്കാൻ പറ്റുക. അപ്പോൾ PSC ഉറുദു അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ വ്യക്തിയാണ് റഷീദ. അപ്പോൾ റഷീദയെ വേണ്ട വിധത്തിൽ തന്നെ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം കാലടി സംസ്കൃത സർവകലാശാലയിൽ മുൻ SFI നേതാവായിരുന്നു റഷീദ. നോക്കൂ, ഞാനിത് വളരെ കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഭരിക്കാനായിട്ട് പിണറായി തന്നെ വരണം, ഈ പ്രത്യേകിച്ച് യുവാക്കൾക്ക്. കാരണം അവർക്ക് കേരളം വിടാനായിട്ട് ഒരു കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്ന ഏക ഭരണകൂടം എന്ന് പറയുന്നത് അത് ഈ LDF സർക്കാരാണ്. നമ്മളതൊരിക്കലും മറന്നു പോകരുത്. പിന്നെ ആദ്യത്തെ നമ്മൾ തെളിവ് പറഞ്ഞല്ലോ. രണ്ടാമത്തെ തെളിവ് ഇപ്പോഴാണെങ്കിലും കേരളത്തിൽ മൊത്തം ഒരു 445 പ്രതീക്ഷിത ഒഴിവുകളുണ്ട്. പക്ഷെ അതിൽ റിപ്പോർട്ട് ചെയ്തതാകെ 35ഓളം ഒഴിവുകൾ മാത്രമാണ്. ഈ കേട്ട ആഹ്ലാദ പ്രകടനം എന്ന് പറയുന്നത് UP സ്കൂൾ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരുടേതാണ്. അപ്പോൾ അവരൊക്കെയും വളരെ ആവേശത്തോടുകൂടി ഇങ്ങനെ ഒരു സർക്കാർ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ഇവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ ചില കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കരുത്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് PSC റാങ്ക് ലിസ്റ്റിൽ പെട്ടവർ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കലിരുന്നു കൊണ്ട് സമരമൊക്കെ ചെയ്തിരുന്നു. അവർ പുല്ല് തിന്നുന്നു, ചാക്കിൽ നടുറോട്ടിൽ കിടക്കുന്നു, അങ്ങനെ വേണ്ട. അത് സത്യത്തിൽ ഈ ഇടതുപക്ഷ സർക്കാരിനെ വെറുതെ അപഹാസ്യരാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഈ കുട്ടികൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത്രയേറെ നമുക്ക് ഈ നാട് വിടാൻ വേണ്ടിയിട്ട് ചിന്തിപ്പിക്കുന്ന, പുറം ലോകത്ത് പോയി പ്രവാസിയായി പണമേറെ സമ്പാദിക്കാനൊക്കെ ഏറെ താല്പര്യം കാണിക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് ഇത്തരത്തിലൊന്നും ചിന്തിക്കാനേ പാടില്ല എന്നുള്ളതല്ലേ നമ്മളത് മനസ്സിലാക്കണ്ടേ. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഈ സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. എന്തെല്ലാം നേട്ടങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം കൺസ്യൂമർ ഫെഡിൽ പിൻവാതിൽ നിയമന നീക്കം നടത്തുന്നുണ്ട്. ഇതിന് കൂടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ വീറുറ്റ വിപ്ലവ നേതാവാണ്. അദ്ദേഹം പറയുകയുണ്ടായി 28 സംസ്ഥാനങ്ങളിലായിട്ട് ആകെ PSC നിയമനം 67,711 ഓർക്കണം. പക്ഷെ കേരളത്തിൽ മാത്രം അത് 34,022. പിന്നീട് അദ്ദേഹം ഇതിൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കാണിച്ചു തരാം. തെളിവ് സഹിതം തന്നെയാണ് നമ്മളിത് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞത് സത്യമല്ലേ. കാരണം കൺസ്യൂമർ ഫെഡിൽ പിൻവാതിൽ നിയമനം തകൃതിയായിട്ട് നടക്കുകയാണ്. ഈ തകൃതിയായിട്ട് നടക്കുന്നത് എതിർപ്പ് മറികടന്നുകൊണ്ടാണ്. 1084 താൽക്കാലിക ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്തുന്നത്. നോക്കൂ, അവിടെയും യുവജനങ്ങളുടെ വിളി കേട്ട സർക്കാരാണിത്. അവരെ താൽക്കാലിക ജീവനക്കാരെ മുഴുവനും സ്ഥിരപ്പെടുത്തുന്ന ഒരു തരത്തിലാണ്. മാത്രമോ, കോടികളുടെ സഞ്ചിത നഷ്ടമുള്ള സ്ഥാപനത്തിലേക്കല്ലേ ഈ നിയമനം നടത്തുന്നത്. ഇത്തരത്തിലൊക്കെ ചെയ്യാനായിട്ട് വേറെ ഏതെങ്കിലും ഒരു സർക്കാരിന് കഴിയുമോ? കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു കോൺഗ്രസ് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? പറയൂ. അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ഇവരെ കഴിഞ്ഞല്ലാതെ പറ്റില്ല. പിന്നെ പറയാനുള്ളത്, റഷീദ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ റഷീദയോടാണ്. റഷീദ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. കേട്ടു നോക്കൂ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ അപേക്ഷിച്ചത് മുതൽ എനിക്കറിയാം നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. കാരണം ഞാൻ അതൊക്കെ വിട്ടു, നമ്മളെ ടച്ച് വിട്ടു. ഇപ്പോൾ ഈ നിലവിളിയൊന്നും കേൾക്കാനായിട്ട് കഴിയുന്നില്ല. കുറച്ച് സാവകാശം കൊടുത്താൽ അദ്ദേഹം ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ മുഴുവനും എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കും എന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ നാട് വിടാൻ തയ്യാറാകണമെന്നുള്ളതാണ്. കാരണം ഉത്തമ പൗരബോധമുള്ള ഒരു യുവജനതയെ വാർത്തെടുക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം.
പൗരബോധം. ആ ഉത്തമ പൗരബോധമുള്ള ജനത എന്ത് ചെയ്യണം? ഇത് കേരളം എന്ന് പറയുന്നത് വയോജനങ്ങളുടെ മാത്രം ഒരു സംസ്ഥാനമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത ലക്ഷ്യം എന്നുള്ളതാണ്. അല്ല, അപ്രഖ്യാപിത ലക്ഷ്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങളൊക്കെ വിദേശത്ത് പോയിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിനോടാണ് അദ്ദേഹത്തിന് താല്പര്യം. അത് മനസ്സിലാക്കണ്ടേ? ഇത്രയൊക്കെ പറയുമ്പോഴും പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ PSC വഴിയുള്ള നിയമനങ്ങളൊക്കെ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം വരുമ്പോൾ സർക്കാർ അവിടെ എന്തിനാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മറ്റേ ഇത് ചെയ്യാനാണോ ഇരിക്കുന്നതെന്ന്. ഈ ക്ഷൗരം എന്ന് പറയുന്നത് പോലും സത്യത്തിൽ ഒരു ആത്മനിർവൃതി തരുന്ന, അതായത് അതിനും അതിൻ്റെ ഒരു പ്രൗഢിയും മഹിമയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ കുറച്ച് കാണരുത്, അതിനോട് ഉപമിച്ചിട്ട് നമ്മൾ LDF സർക്കാരിനെ പുകഴ്ത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അത് കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ പണി കാണില്ല. പക്ഷേ ഈ ഇരിക്കുന്ന കസേര എന്ന് പറയുന്നത് നിങ്ങൾ 5 വർഷത്തേക്ക് ഏൽപ്പിച്ചതുകൊണ്ട് അതിന് വേറെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ആ ഒരു ആത്മവിശ്വാസം LDF സർക്കാരിന് നൽകിക്കൊണ്ടാണ് എല്ലാവരും കൂടെ അദ്ദേഹത്തെ രണ്ടാമതും എതിരേറ്റ് ക്യാപ്റ്റനായും കാരണഭൂതനായും ഒക്കെ വാഴ്ത്തിക്കൊണ്ട് ആ കസേരയിൽ ഇരുത്തിയത്. നമ്മൾ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് മറന്നു പോകരുത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് നമ്മുടെ ശൈലജ ടീച്ചറെയാണ്. ശൈലജ ടീച്ചർ എന്ന് പറയുന്നതിന് PR ടീച്ചർ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ടീച്ചർ പറയുകയാണ് ഓണത്തിന് കേരളം 100 രൂപ അലവൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓണം ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ കൂടി ഇത് ഉത്സവ ഭത്യായിട്ട് കൊടുത്തുകൂടെ എന്നുള്ളൊരു ചോദ്യമാണ് ടീച്ചർ ചോദിച്ചത്. ന്യായമാണോ? ഓണമില്ലെങ്കിലും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുത്തുകൂടെ? അതിന് നിങ്ങൾ ഇത്രയൊക്കെ ടീച്ചറെ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? മനസ്സിലാകുന്നില്ല. ഒരാളൊരു നല്ല കാര്യം പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത്? എന്തായാലും നോക്കൂ, ടീച്ചർ എത്രത്തോളം നിരീക്ഷണം നടത്തിയിട്ടാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ കൂടി ആവശ്യം പരിഗണിച്ചിരിക്കുന്നത്. എന്തായാലും സൈബർ വെട്ടുകിളിക്കൂട്ടങ്ങൾക്ക് ടീച്ചർ നല്ല ചുട്ട അടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടീച്ചർ പറഞ്ഞത് സൈബർ ഗുണ്ടാ സംഘം പോലെ പ്രവർത്തിക്കുന്നത് MLA-മാരുടെ സംഘമാണ് എന്നുള്ളതാണ്. ടീച്ചറെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകളാണ് ഇത് പറയുന്നത്. കാരണം ഇങ്ങനെയൊന്നും ഒരു മുതിർന്ന ഒരു CPM നേതാവിനോട് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞുകൂടാ. അവർ എല്ലായ്പ്പോഴും ഒരു വല്ലാത്തൊരു ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചതുര വടിവൊത്ത ഭാഷയിൽ സംസാരിക്കുകയുമൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ആ ഒരു ലാംഗ്വേജിനെയും അവരുടെ ആ ഒരു ഉദാത്തമായ മനസ്സിനെയും ഒക്കെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണമെന്നുള്ളതാണ്. പിന്നെ തിരിച്ച് നമ്മൾ ഈ PSC വിഷയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി സമയം കൊടുത്തത്. കാരണം ഇപ്പോൾ ചൂരക്കറി വിവാദം, നെയ്മീൻ വിവാദം, പിന്നെ വീണ്ടും ദിവാകരൻ സഖാവ് വിളിച്ചു പറയുന്ന ഓരോ കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഗോവിന്ദൻ സഖാവിൻ്റെ വക വൈരുദ്ധ്യാത്മക ഭൗതികവാദവുമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാർ അടിയന്തരമായ ഒരു യോഗം ചേർന്ന് ഈ വിഷയങ്ങളിലെല്ലാം കൃത്യമായൊരു മറുപടി കൊടുക്കണ്ടേ? അതല്ലേ ഒരു മര്യാദ? ഒരു പക്ഷേ അതൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പോകാത്തത്. ആ ശ്രദ്ധ കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ക്രൂരമായി ഒരിക്കലും പിണറായി സഖാവിനെ വിമർശിക്കരുത്. കാരണം പണ്ട് ഒറോട്ടി തിന്ന്, ഒരു നേരം മാത്രം ഒറോട്ടി തിന്ന് വിശപ്പടക്കി, ഒരുപക്ഷെ അതും കിട്ടിയില്ലെങ്കിൽ ആ പശി അടക്കി പിടിച്ച് വിദ്യാഭ്യാസം നേടിയ ഒരു നേതാവാണ്. ഇന്ന് അദ്ദേഹം അത്യുന്നതങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ടാണ്. അദ്ദേഹം 3 നേരം അദ്ദേഹം വസ്ത്രം മാറാനില്ലാത്തത് കൊണ്ട് ഒരേ നിറത്തിലുള്ള വസ്ത്രം വാങ്ങി ഇട്ട് അത് പരിഹരിച്ച ഒരു നേതാവാണ്. അല്ലാതെ അത് ഒരു ഈഗോ ആയിട്ട് നിങ്ങൾ കാണരുത്. എനിക്ക് 2 വസ്ത്രമേ ഉള്ളൂ, ഞാൻ അത് ഇട്ടുകൊണ്ട് വരും എന്ന് പറയാനുള്ള ഈഗോയാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. അപ്പോൾ ഇത്രത്തോളം ജീവിതത്തോട് പടവെട്ടി പോരടിച്ച് വന്ന, ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെയൊക്കെ വന്ന ആ സമരവീര്യം തുളുമ്പുന്ന ഒരു നേതാവ് ഭരിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കണം.
ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും പറയുകയാണ്, എല്ലാവർക്കും തൊഴിലവസരമുണ്ട് അങ്ങ് വിദേശത്ത്. ഇവിടെ വയോജനങ്ങളുടെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വയോജനങ്ങളുടെ ഒരു സംഗമ കേന്ദ്രമാക്കി ഈ സംസ്ഥാനത്തെ മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അപ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്ന്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്.